ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിരിക്കുന്ന വിഷയം ഏതാണ് കർത്തൃ ദിവസം എന്നതാണ്. ആധാരവാക്യം വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിശനായി എന്നിവിടെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ ദിവസം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ സൃഷ്ടിപ്പിൻ്റെ ആരംഭം മുതലുള്ള പുസ്തകങ്ങൾ ഇങ്ങോട്ട് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയാണ്, കർത്താവ് 1-ാം ദിവസം മുതൽ 6-ാം ദിവസം കൊണ്ട് പൂർത്തി സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ശേഷം 7-ാം ദിവസം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു, അതിനെ വേർതിരിച്ചു എന്നവിടെ പറയുന്നു. വീണ്ടും നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ശബ്ബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. അന്ന് നീയോ നിന്റെ പുത്രനോ പുത്രിയോ നിന്റെ വേലക്കാരനോ വേലക്കാരത്തെയോ നിന്റെ പടിവാതിൽക്കകത്തുള്ള ഒരു പരദേശി ഒന്നും ഒരു വേലയും ചെയ്യരുത്. അത് ആരാധനയ്ക്കായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാണെന്ന് അവിടെ വ്യക്തമായി പറയുന്നു. നമ്മൾ ഓരോ സൃഷ്ടിപ്പിന്റെ ഓരോ ദിനങ്ങൾ നോക്കുമ്പോൾ അതെല്ലാം വളരെ ശ്രേഷ്ഠകരമായ രീതിയിൽ സ്വർഗത്തിലെ ദൈവം ആ ദിവസങ്ങളെയൊക്കെയും വേർതിരിച്ച് നമ്മൾക്ക് അനുഗ്രഹത്തിനായി ശുദ്ധീകരിച്ചു തന്ന ഒരു നാള് ശബ്ബത്ത് നാള് ആണെന്ന് നമുക്ക് വ്യക്തമായി അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ശബ്ബത്ത് മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്, മനുഷ്യന് വേണ്ടി ശബ്ബത്ത് ഉണ്ടാക്കി എന്ന് പറയുന്നു. അത് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ ആരാധിക്കാൻ വേണ്ടി വേർതിരിച്ച ഒരു ദിവസമാണെന്ന് അവിടെ വീണ്ടും വീണ്ടും നമ്മളോട് പറയുകയാണ്. എന്തിനാണ് ദൈവം ഇതിനെയൊക്കെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നമുക്ക് തന്നത്? അത് ലേവ്യ പുസ്തകം 23-3 പറയുന്നു, 6 ദിവസം വേല ചെയ്യണം, 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടതിനുള്ള സ്വസ്ഥതയ്ക്കുള്ള ശബ്ബത്ത്. ഇത് നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ദിവസമാണ്. അന്ന് ജനമെല്ലാം കൂടി വന്ന് ആരാധിക്കേണ്ട ദിവസമാണെന്ന് അവിടെ പറയുന്നു. നമ്മളൊക്കെ നമ്മളുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ദിവസം അതേ ഡേറ്റിൽ തന്നെയല്ലേ നമ്മൾ അത് ആഘോഷിക്കുന്നത്? നമ്മൾ ഡേറ്റ് മാറ്റി ആഘോഷിക്കാറുണ്ടോ? ഇപ്പോൾ ഏപ്രിൽ 17 നമ്മുടെ ബർത്ത്ഡേ എങ്കിൽ അന്ന് നമ്മൾ ഏപ്രിൽ 17 അന്ന് ബർത്ത്ഡേ ആഘോഷിക്കും. അല്ലെങ്കിൽ മാർച്ച് 10 ആ ദിവസം ആഘോഷിക്കും. ജൂലൈ 31 ആ ദിവസം ആഘോഷിക്കും. നവംബർ 14 അന്ന് ആഘോഷിക്കും. ആ ദിവസത്തിന് ഒരിക്കലും മാറ്റമില്ലല്ലോ. എന്നാൽ ഇത് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുവെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒരു വലിയ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. സൃഷ്ടിപ്പിന്റെ ബർത്ത്ഡേ. സ്വർഗത്തിലെ ദൈവം സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് തികച്ചതിന് ശേഷം തന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം വേർതിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എല്ലാവരും കൂടി വരേണ്ടതിനുള്ള ഒരു ദിവസമാക്കി തന്നിരിക്കുന്ന എല്ലാ ആഴ്ചവട്ടത്തിലുമുള്ള ഒരു ബർത്ത്ഡേ ആണ് പ്രിയപ്പെട്ടവരെ ശബ്ബത്ത് ദിനം. എന്നാൽ നമ്മൾ കർത്താവിന്റെ മരണാനന്തര ശുശ്രൂഷയെ നമ്മൾ കാണുമ്പോൾ ആ വെള്ളിയാഴ്ച എല്ലാ കാര്യങ്ങളും അവർക്ക് ആ അടക്കത്തിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ പെട്ടെന്ന് ബോഡി കല്ലറയിൽ വെച്ചതിന് ശേഷം ആ മരണം സംഭവിച്ചിട്ട് പോലും അപ്പോസ്തലന്മാരെല്ലാവരും കൂടി വന്ന് ശബ്ബത്ത് ആചരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ അപ്പോസ്തലന്മാരെല്ലാം ശബ്ബത്ത് വളരെ കൃത്യമായിട്ട് ആരാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം പോകുന്നിടത്തെല്ലാം ശബ്ബത്തിൽ ആലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ആരാധന ആലയം ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം ഗോപുരത്തിന്റെ പുറത്തെല്ലാം പോയി നോക്കുകയാണ്, അവിടെ എവിടെയെങ്കിലും ഒരു ദൈവാലയം ഉണ്ടോ കൂടി ആരാധിക്കാനെന്ന്. അങ്ങനെ ഇല്ലാതെ ഇരുന്നിടത്ത് പോലും അദ്ദേഹം പുഴവക്കിലേക്ക് കടന്നു ചെന്ന് അവിടെ കൂടി വന്നിരിക്കുന്ന സ്ത്രീകളുമായിട്ടൊക്കെയും കൂടി അവർക്ക് വചനം പഠിപ്പിച്ചു കൊടുക്കുകയും അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ആഴ്ചയുടെ 7-ാം ദിവസമല്ലാതെ വേറെ ഒരു ആരാധന ദിവസം തിരുവചനത്തിൽ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുന്നില്ല.
അതിന് പുതിയ നിയമത്തിൽ ഒരിടത്തും ആരാധന ദിവസത്തെ മാറ്റിയതായിട്ട് ഒരിക്കലും തിരുവചനത്തിൽ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒറ്റ ദിവസം പോലും അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു എന്ന് അത്യുന്നതനായ ദൈവം പറയുന്നില്ല. ഒരു ഞായറാഴ്ചയും ദൈവം അനുഗ്രഹിച്ചില്ല. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ആത്മവേശനായി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നു അത് ഞായറാഴ്ചയാണ്. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ആഴ്ചയുടെ 1-ാം ദിവസം നിങ്ങൾ ആരാധിക്കാൻ. 7-ാം ദിവസമാണ് കർത്താവ് നമ്മൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത്, അത് ശുദ്ധീകരിച്ചു തന്നിരിക്കുന്നത്. ഒറ്റ ദിവസം പോലും അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസമായി തിരുവചനത്തിലില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറഞ്ഞതുപോലെ നമ്മൾ അനുസരിക്കണം. ആ 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടതിനുള്ള ദിവസമാണ്. ആ ദിവസം നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ മാറ്റിവെക്കണം. അന്ന് നമ്മളോട് പറയാണ് 6 ദിവസം നീ പോയി നിന്റെ ജോലി എല്ലാം ചെയ്തോ. ഒരു ദിവസം 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണ്ടതിന് ദൈവം ശുദ്ധീകരിച്ചെന്ന നാളായോണ്ട് അന്ന് നമ്മൾ ആരാധിക്കണം. അതിന് ഒരു മാറ്റമില്ല. ദൈവം തന്ന വാക്കിന് അവിടെ ഒരു വാക്കും മാറിപ്പോയിട്ടില്ല. 1-ാം ദിവസം കർത്താവ് ഉയർത്ത ദിവസം ആരാധിക്കാൻ വേണ്ടി ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ശബദ ലംഘിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവത്തിന് കീഴ്പ്പെടുക, സ്വർഗത്തിലെ ദൈവത്തിനായി നമ്മളെ സമർപ്പിക്കുക. എല്ലാ ശബ്ദം നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബങ്ങളും എല്ലാം ഒരുമിച്ച് കൂടി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യെശയ്യാവിന്റെ പുസ്തകം 58-ാം അധ്യായം 13-ാം വാക്ക് ഇങ്ങനെ പറയുന്നു: നീ എന്റെ വിശുദ്ധ ദിവസം നിന്റെ കാര്യാതി നോക്കാതെ ശബദിന് നിന്റെ കാൽ അടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഈ ശബദിന്റെ പവിത്രതയിൽ കാത്തു സൂക്ഷിച്ച് നമുക്ക് ദൈവത്തിൽ പ്രമോദിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ സ്വർഗീയ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങ് കർത്തൃ ദിവസം ഏതാണെന്ന് അടിയങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. വിശുദ്ധ ശബദിന്റെ പവിത്രതയെ അടിയങ്ങൾ ചവിട്ടിക്കളയുന്ന മക്കളാക്കി മാറ്റരുതേ പിതാവേ. അന്ന് അടിയങ്ങളുടെ കാര്യാദികൾ നോക്കി അടിയങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന ദിവസമാക്കി മാറ്റരുതേ പിതാവേ. എന്റെ ദൈവത്തെ അനുസരിക്കുന്ന മക്കളെ അങ്ങ് വാലല്ല തലയാക്കുമെന്ന് വാഗ്ദാനമുള്ള കൃപകൾക്കായി സ്തോത്രം. യഹോവയുടെ വാഗ്ദാനങ്ങളെല്ലാം അവകാശമാക്കുവാൻ, അതിൽ നിന്ന് നന്മകൾ പ്രാപിപ്പാൻ, സന്തോഷം പ്രാപിപ്പാൻ എന്റെ ദൈവം ഇന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. യഹോവയെ മാനിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അവരെ വാലല്ല തലയാക്കുമെന്ന് ദൈവം വാഗ്ദാനം കൊടുത്തിരിക്കുക കൊണ്ട് സ്തോത്രം. ആ വാഗ്ദാനങ്ങൾ ഇന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കോ അത് ലഭിപ്പാൻ സ്വർഗം ഇടയാക്കണം. അവരുടെ മാനസികവും ശാരീരികവും ആത്മീയമായ അവസ്ഥകളെ സ്വർഗം അറിയുന്നു. അതിന്മേലെല്ലാം സ്വർഗം പ്രവർത്തിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. ലോകാവസാനം ഏറ്റവും അടുത്തു വന്നിരിക്കുമ്പോൾ ആർക്കും നിത്യരക്ഷ എന്ന ആ സന്തോഷാവസ്ഥ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം, അനുഗ്രഹിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെ അവരുടെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാം ഏൽപ്പിക്കുന്നു. നിത്യയുടെ തുറമുഖത്ത് എല്ലാവരും എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിങ്ങൾ യാചിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരം വല്ലുമാറാകണമേ. ആമേൻ, ആമേൻ. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.